നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എങ്ങനെ ഇരിക്കുന്നു? മാന്യന്മാരെ അപമാനിക്കാൻ പാടില്ല എന്ന് നിങ്ങളെ കണ്ട നിമിഷം മുതൽ പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിച്ചോ? നിങ്ങൾ നഷ്ടപരിഹാരം തന്നില്ലെങ്കിൽ ഞാൻ കോടതി കയറും. സോഷ്യൽ മീഡിയക്കാരെ വിളിച്ചു വരുത്തി നിങ്ങളെ ഞാൻ നാറ്റിച്ച് നശിപ്പിക്കും. SP ഉമാദത്തിന്റെ വല്യമ്മാവിനെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമായി മനഃപൂർവ്വം അവഹേളിക്കാൻ ശ്രമം. അതിനിവിടെ എവിടെയാ അമ്മാവ രാഷ്ട്രീയം? ഇല്ലെങ്കിൽ ഞാൻ അത് ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെയാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ അങ്ങ് പറയും, ജനങ്ങൾ അത് വിശ്വസിക്കും. നിങ്ങളുടെ പണി അങ്ങ് പോകും. അല്ലാതെന്താ? അമ്മാവ ചതിക്കരുത്. ഇല്ല, ചതിക്കത്തില്ല. ചില്ലറയുണ്ടോ? 1000 രൂപ എടുക്കാൻ. എടോ, തന്നെ ഞാൻ ചതിക്കാതിരിക്കാനുള്ള ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്. മനുഷ്യന്റെ കാര്യമല്ലോടോ. ഫ്രീ ആയിട്ട് ഒരു ഉപകാരം ചെയ്താൽ പിന്നെ അത് മനസാക്ഷി കുത്തുണ്ടായാലോ? ഡോക്ടർ എന്ത് പറഞ്ഞു മോളെ? എനിക്ക് ഒരു അസുഖം ഇല്ലെന്ന് പറഞ്ഞു. പിന്നെന്തിനാ ടെസ്റ്റ് ഒക്കെ നടത്തി കാശ് വാങ്ങിയത്? അത് പിന്നെ ഈ ഹോസ്പിറ്റലിൽ നടത്തിക്കൊണ്ട് പോണ്ടേ, എല്ലാവർക്കും ശമ്പളം കൊടുക്കണ്ടേ. ഓ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. പിന്നെ ചേച്ചി വാ. ശരി. അല്ല മോളെ, നിങ്ങൾ ഇതുവരെ പോയില്ലായിരുന്നോ? അല്ല, അതൊരു കണക്കിന് നന്നായി. നമ്മൾ ഒരു വഴിക്കാണല്ലോ പോകുന്നത്. ഒരുമിച്ച് പോകാം. മാമ മോതിരം മറ്റന്നാള്. ഓ പറഞ്ഞില്ലേ മറ്റന്നാളെന്ന്. ഓ എന്നാ വാ മോളെ. അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്നാ തോന്നുന്നത്. വാ മോളെ, വാ. വണ്ടി ഒന്ന് നിർത്തിക്കേ. ഭഗവാനെ, ഈ കൊച്ചിനത് എന്ത് പറ്റി? അടച്ചിട്ടിരിക്കുന്ന അമ്പലവും തള്ളി തുറന്ന് ഈ കൊച്ചിത് എങ്ങോട്ടാ പോകുന്നത്? ഭഗവാനെ ഒന്ന് ഉറങ്ങാനും സമ്മതിക്കേ. എന്റെ ഭഗവാനെ, എല്ലാം അറിയുന്ന നീ എന്നെ കൈവിടുവാണോ? ഡോക്ടർ പറഞ്ഞതൊക്കെ നീ കേട്ടില്ലേ? ഇനി എന്റെ മുന്നിൽ ഏറിയാൽ ഒരാഴ്ച, അല്ലെങ്കിൽ 2 ആഴ്ച. ഞാൻ എന്താ വേണ്ടത്? ഇതെന്ത്? ഞാൻ എന്റെ കുഞ്ഞിനെ, എന്റെ ദത്തടിനെ ഈ ലോകമൊക്കെ വിട്ട് എങ്ങനെയാ പോവാ? എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. ഇനി ഞാൻ എന്താ വേണ്ടത്? പ്രിയപ്പെട്ട ഭക്തേ, നീ എന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത്? ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. ഭഗവാനെ, അത് പ്രകൃതി നിയമമാണ്. ഞാനിനി എന്ത് ചെയ്യും ഭഗവാനെ? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ചെയ്ത തെറ്റുകളൊക്കെ തിരുത്തി നന്മയുടെ വഴിയിലേക്ക് നീ മടങ്ങിയെത്തുക. അപ്പോ എനിക്ക് സ്വർഗം കിട്ടുമായിരിക്കും അല്ലേ?
സ്വർഗവും നരകവും വൃന്ദാവനവും മധുരയുമെല്ലാം നിന്റെ മനസ്സാണ് ഭക്തേ. ഭഗവാനെ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്യാത്തവരായി ആരാണ് ആമി ഈ ഭൂമിയിലുള്ളത്? എനിക്ക് പോലും തെറ്റുകൾ പറ്റിയിട്ടില്ലേ? പോകൂ, തിരുത്തൂ. ഇന്നലെയോളം ചെയ്ത മുഴുവൻ തെറ്റുകളും തിരുത്തി ഒരു വെളിപ്പാടകലെ നിന്നെ കാത്തു നിൽക്കുന്ന മരണത്തെ നീ പുഞ്ചിരിയോടുകൂടി നേരിടും. എല്ലാം അങ്ങയുടെ ഇഷ്ടം പോലെ. എല്ലാം അങ്ങയുടെ ഇഷ്ടം പോലെ. എല്ലാം അങ്ങയുടെ ഇഷ്ടം പോലെ. ആ, ഈ കൊച്ചിനത് എന്ത് പറ്റി? എന്തു പറ്റാൻ? അല്ല, മോൾ ആരോട് സംസാരിക്കുന്നത്? ഭഗവാനോട്. ഞാൻ കണ്ടു. ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. മോളെ, മോളെ, എന്താ? നമുക്ക് വെട്ടിപ്പാ. അല്ല, ഭഗവാനെ, വാ ഇങ്ങോട്ട്. ഞാനൊന്നും കണ്ടില്ലല്ലോ. ഞാൻ മാത്രം ഒന്നും കണ്ടില്ല. ആ, ഓ. Miracle. It's a miracle. ഈ കുഞ്ഞാരൻ പൂജയുടേതോ അതോ ആമയുടെ? എന്റെ കുഞ്ഞിനെ ഈ ജന്മം ഇവിടെ തൊടില്ല. അതെ, എന്താടോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ താൻ എന്നോട് ക്ഷമിക്കണം. പക്ഷേ ആ തെറ്റ് എന്റെ ശരിയാ. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞ വലിയ ഉപകാരമായിരുന്നു. മനസ്സിലാക്കാതെയും ചില ഭാഷകൾ മനസ്സിലാക്കാം. പക്ഷേ മനസ്സിലാവില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചവരോട് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. തൻ്റെ അത്രയും ബുദ്ധിയൊന്നും എനിക്കില്ല.